Dear students, welcome to biology online class. In the previous class, we had learned about the structure of eye. Today we are going to learn the regulation of light in the eye, structure of photoreceptors, chemistry of vision and eye disorders. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ണിൻ്റെ ഘടനയാണ് പഠിച്ചത്. ഇന്ന് കണ്ണിലെ പ്രകാശ ക്രമീകരണത്തെക്കുറിച്ചും പ്രകാശഗ്രാഹികളെക്കുറിച്ചും കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. ലൈറ്റ് വിച്ച് പാസസ് ത്രൂ ദ കോർണിയ റീച്ചസ് ദ ലെൻസ് ത്രൂ ആൻ അപ്പർച്ചർ കാൾഡ് ദ പ്യൂപ്പിൾ. കോർണിയയിലൂടെ കടക്കുന്ന പ്രകാശം ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരത്തിലൂടെയാണ് ലെൻസിൽ പതിക്കുന്നത്. Then how bright light is prevented from entering the eye? തീവ്രപ്രകാശം കണ്ണിലേക്ക് കടക്കാതിരിക്കാനുള്ള എന്ത് ക്രമീകരണമാണുള്ളത്? In the previous class we had learned about pupil. Pupil can contract and relax according to the intensity of light. കഴിഞ്ഞ ക്ലാസ്സിൽ പ്യൂപ്പിളിൻ്റെ പ്രത്യേകത പറഞ്ഞായിരുന്നു. പ്യൂപ്പിളിന് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവുണ്ട്. The size of the pupil is regulated with the help of muscles in the iris. അപ്പോൾ ആ കോൺട്രാക്ഷനും റിലാക്സേഷനും സഹായിക്കുന്നത് ഐറിസിലുള്ള മസിൽസ് ആണ്. Thus the amount of light falling on the lens is regulated according to the intensity of light. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ ഈ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ആര് സഹായിക്കും? പ്യൂപ്പിൾ സഹായിക്കും. ഇനി നമ്മുടെ ലെൻസ്, കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് ലെൻസ്? ഇത്തരം ലെൻസിലൂടെ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതും 9ൽ പഠിച്ചതാണ് നിങ്ങൾ. ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, തലകീഴായതാണ്, അതുപോലെ ചെറുതായിരിക്കും, അല്ലേ? Then how can we see nearby object and distant objects clearly? ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നോക്കാറില്ലേ? അപ്പോൾ അടുത്തുള്ള വസ്തുവിനെ നോക്കിയാലും അകലെയുള്ള വസ്തുവിനെ നോക്കിയാലും വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു ദൂരമുണ്ട്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നത്? അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ രണ്ട് രീതിയിലായാലും ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ തന്നെ? റെറ്റിനയിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു എന്നാണ്. There are some changes takes place inside the eye while we are viewing nearby and distant objects. നമ്മൾ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് ചില മാറ്റങ്ങൾ നടക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. While viewing nearby objects, ciliary muscles contract, ligaments relax, curvature of lens increases and focal length decreases. Then while viewing distant objects, ciliary muscles relax, ligaments stretch, curvature of lens decreases and focal length increases. അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ നമ്മൾ അകലെയുള്ള വസ്തുവിനെ നോക്കുന്നു അല്ലെങ്കിൽ അടുത്തുള്ള വസ്തുവിനെ നോക്കുന്നു. ആദ്യം നിയർ ബൈ ഒബ്ജക്ട്സ് പറയാം. 4 പോയിൻ്റാണ്. ഒന്ന്, ciliary muscles contract, ligaments relax, curvature of lens increases and focal length decreases. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നടക്കുന്നത്. ciliary muscles relax, ligaments stretch, curvature of lens decreases, focal length increases. അപ്പോൾ ഇത് ഒരു ടേബിൾ മാതിരി കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. ഓക്കെ, ദെൻ next is power of accommodation. The capacity of the eye to change the curvature of lens depending on the distance between the eye and the object
ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഈസ് കാൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. അതായത് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് ഇമേജ് റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് photoreceptors. There are two types of photoreceptors in the eye. They are rod cells and cone cells. Rod cells are more in number than cone cells. രണ്ട് തരത്തിലുള്ള ഫോട്ടോ റെസെപ്റ്റേഴ്സാണ് കണ്ണിലുള്ളത്. അവയെ റോഡ് സെൽസ് എന്നും കോൺ സെൽസ് എന്നുമാണ് വിളിക്കുന്നത്. കോൺ സെൽസിനേക്കാൾ കൂടുതൽ റോഡ് സെൽസാണ് നമ്മുടെ റെറ്റിനയിൽ ഉള്ളത്. ഇനി ഇവയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോ റെസെപ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ റോഡ് സെൽസിൻ്റെയും കോൺ സെൽസിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. Rod cells contain visual pigment called rhodopsin. This pigment is formed from a protein named opsin and retinal, which is a derivative of vitamin A. Rod cells are highly photosensitive and they are activated even in very dim light and are able to see objects in dim light. These cells cannot detect color. എന്തായാലും ഒന്നും മനസ്സിലായില്ലല്ലേ? അതായത് റോഡ് സെൽസ് എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ചശക്തി തരുന്ന ഫോട്ടോ റെസെപ്റ്റേഴ്സാണ്. മങ്ങിയ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റൊക്കെയാണ്. പകൽ സമയത്ത് പ്രകാശം അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റാണ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് കാണാൻ, അതായത് നമ്മുടെ ബൾബ് അല്ലെങ്കിൽ ട്യൂബ് അതിൻ്റെയൊക്കെ പ്രകാശത്തിൽ നമുക്ക് കാഴ്ച തരുന്ന ഫോട്ടോ റെസെപ്റ്റേഴ്സാണ് റോഡ് സെൽസ് എന്ന് പറയുന്നത്. അതിലൊരു കാഴ്ച വർണ്ണകമുണ്ട്. റോഡ് സെൽസ് കണ്ടെയ്ൻ എ വിഷ്വൽ പിഗ്മെൻറ്റ് കാൾഡ് റോഡോപ്സിൻ. ഈ റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് രണ്ട് കമ്പോണൻസ് ചേർന്നാണ്. ഓപ്സിൻ എന്നും റെറ്റിനാൽ എന്നും പറയും. ഇതിൽ ഓപ്സിൻ എന്നത് ഒരു പ്രോട്ടീൻ മോളിക്യൂളും റെറ്റിനാൽ എന്നത് വിറ്റാമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു പദാർത്ഥവുമാണ്. ഇപ്പോൾ റോഡോപ്സിൻ എന്നത് റോഡ് സെൽസിലുള്ള വിഷ്വൽ പിഗ്മെൻ്റ് ആണ്. അത് രണ്ട് കമ്പണൻസ് ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഓപ്സിനും റെറ്റിനാലും. ഇതിൽ ഓപ്സിൻ എന്നതൊരു പ്രോട്ടീൻ മോളിക്യൂളും റെറ്റിനാൽ എന്നത് വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന ഒരു പദാർത്ഥവുമാണ്. പെട്ടെന്ന് തന്നെ പ്രകാശം തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് എന്ത് ചെയ്യുമെന്നറിയാവോ? റോഡ് സെൽസ് പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആവും അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ വളരെ കുറഞ്ഞ ലൈറ്റിൽ പോലും, വളരെ മങ്ങിയ വെളിച്ചത്തിൽ പോലും ഫോട്ടോ സെൻസിറ്റീവാണ് ആര്? റോഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്നത്. റോഡ് സെൽസ് ആർ ഹൈലി ഫോട്ടോ സെൻസിറ്റീവ് and are activated even in dim light. So we are capable to see objects in dim light. These cells cannot detect color. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇനി അടുത്തത് കോൺ സെൽസ് ആണ്. കോൺ സെൽസ് contain a pigment called photopsin. This is also called iodopsin. This is also composed of opsin and retinal. There are three types of cones in our retina: red, green and blue. This is due to the change in amino acids in the opsin molecule. So the cone cells are provide us with color vision. അതായത് കോൺ സെൽസിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഴ്ചാവർണ്ണകമുണ്ട്. നമ്മുടെ റോഡ് സെൽസിൽ കാഴ്ചാവർണ്ണകം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതേപോലെ ഇവിടെയും കോൺ സെൽസിലും ഒരു കാഴ്ചാവർണ്ണകമുണ്ട്. അതിനെ ഫോട്ടോപ്സിൻ എന്നാണ് വിളിക്കുന്നത്. അതിലും അടങ്ങിയിരിക്കുന്ന കമ്പണൻസ് എന്ന് പറയുന്നത് ഓപ്സിനും റെറ്റിനാലുമാണ്. 3 തരത്തിലുള്ള കോൺ സെൽസ് ആണ് മനുഷ്യൻ്റെ റെറ്റിനയിലുള്ളത്: ചുവപ്പ്, പച്ച, നീല. ഇനി
അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരാം. റോഡോപ്സിൻ്റെ കമ്പണൻസ് എന്ന് പറയുന്നത് ഓപ്സിനും റെറ്റിനാലുമാണ്, ഫോട്ടോപ്സിൻ്റെ കമ്പണൻസ് എന്ന് പറയുന്നത് ഓപ്സിനും റെറ്റിനാലുമാണ്. പക്ഷെ രണ്ടിൻ്റെയും ഫങ്ഷൻ രണ്ടാണ്. റോഡ് സെൽസ് ഡിം ലൈറ്റിൽ കാണാൻ സഹായിക്കും, എന്നാൽ കോൺ സെൽസ് ബ്രൈറ്റ് ലൈറ്റിലാണ് കാണാൻ സഹായിക്കുന്നത്. അതായത് തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നത് കോൺ സെൽസ് ആണ്. ഇനി ഈ വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്സിൻ മോളിക്യൂളിലെ അമിനോ ആസിഡുകളിലുള്ള വ്യത്യാസമാണ്. ഓപ്സിനും റെറ്റിനാലും ഇല്ലേ, അതിൽ ഓപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ മോളിക്യൂളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രോട്ടീൻ മോളിക്യൂൾ നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡിലുള്ള വ്യത്യാസം കൊണ്ടാണ് റോഡ് സെൽസും കോൺ സെൽസും ഇങ്ങനെ വ്യത്യസ്തമായ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് കോൺ സെൽസ് ആണ്. വസ്തുക്കളെ നിറങ്ങളിൽ കാണാൻ സഹായിക്കുന്നത് കോൺ സെൽസ് ആണ്. ഇനി അടുത്തത് കെമിസ്ട്രി ഓഫ് വിഷൻ. കാഴ്ചയുടെ രസതന്ത്രം. When light rays falls on pigments present in the photoreceptors, the pigments dissociate into retinal and opsin. This chemical change leads to the formation of impulses. These impulses are transmitted to cerebrum through the optic nerve and enables vision. ഇനി നമ്മൾ എങ്ങനെ വസ്തുവിനെ കാണുന്നു, അതിൽ കുറച്ച് ഭാഗം നിങ്ങൾ 9ൽ പഠിച്ചിട്ടുണ്ട്. അതായത് കോർണിയ ലൈറ്റ് റേസിനെ സ്വീകരിച്ച് പ്യൂപ്പിളിലൂടെ ലെൻസ് കടന്ന് വിട്രിയസ് ചേംബറിലൂടെ റെറ്റിനയിലെത്തുന്നു. റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടെ തൊട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വെൻ ലൈറ്റ് റേസ് ഫാൾസ് ഓൺ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ ഫോട്ടോ റിസപ്റ്റേഴ്സ്, ദ പിഗ്മെൻറ്റ്സ് ഡിസോസിയേറ്റ് ഇൻ ടു റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ പ്രകാശം പതിക്കുമ്പോൾ ഈ ഫോട്ടോ റിസപ്റ്റേഴ്സിനകത്തുള്ള പിഗ്മെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ റോഡോപ്സിനും ഫോട്ടോപ്സിനും, ഇത് ഡിസോസിയേറ്റ് ചെയ്ത് റെറ്റിനാലും ഓപ്സിനുമായിട്ട് മാറും. ദ പിഗ്മെൻറ്റ്സ് ഡിസോസിയേറ്റ്സ് ഇൻ ടു റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ. ഇതൊരു രാസപ്രവർത്തനമാണ്. ദിസ് കെമിക്കൽ ചേഞ്ച് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ്. അപ്പോൾ ഇതെന്തിന് കാരണമാകും? ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് ഉണ്ടാകുന്നതിന് കാരണമാകും. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ടു സെറിബ്രം ത്രൂ ദ ഓപ്റ്റിക് നെർവ്സ് ആൻഡ് ദിസ് എനേബിൾസ് വിഷൻ. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഇമ്പൾസസിനെ ഓപ്റ്റിക് നെർവ് എവിടെ എത്തിക്കും? തലച്ചോറിൽ സെറിബ്രത്തിൽ കാഴ്ചയുടെ കേന്ദ്രഭാഗത്ത് എത്തിക്കും. അപ്പോഴാണ് നമുക്ക് വിഷൻ എക്സ്പീരിയൻസ്ഡ് ആവുന്നത്, കാഴ്ച എന്ന അനുഭവം ഉളവാകുന്നത്. പിടികിട്ടിയ? അപ്പോൾ ലൈറ്റ് റേസ് എവിടെ വീഴും? ഫോട്ടോ റിസപ്റ്റേഴ്സിൽ, റെറ്റിനയിലെ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ വീഴുമ്പോൾ അവിടെയുള്ള പിഗ്മെൻറ്റ്സ് ഡിസോസിയേറ്റ് ചെയ്ത് റെറ്റിനാലും ഓപ്സിനും അതിൻ്റെ കമ്പണൻസ് ആയിട്ട് മാറും, റെറ്റിനാലും ഓപ്സിനുമായിട്ട് മാറും. അപ്പോൾ ഇതൊരു കെമിക്കൽ ചേഞ്ചാണ്. ആ കെമിക്കൽ ചേഞ്ചിൻ്റെ ഫലമായിട്ട് അവിടെ ഇമ്പൾസസ് ഉണ്ടാകുന്നു. ആ ഇമ്പൾസസ് ഓപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലെത്തുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ലൈറ്റ്, കോർണിയ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ചേംബർ, റെറ്റിന, ഫോട്ടോ റിസപ്റ്റേഴ്സ്, ഇമ്പൾസ്, ഓപ്റ്റിക് നെർവ്, സെറിബ്രം ആൻഡ് ലാസ്റ്റ് സെൻസ് ഓഫ് സൈറ്റ്. ഓക്കെ. ദെൻ ഇനി ബൈനോക്കുലർ വിഷൻ. എന്താണ് ബൈനോക്കുലർ വിഷൻ? നമുക്ക് 2 കണ്ണുകളുണ്ടല്ലോ. നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഇമേജ് നമ്മുടെ 2 കണ്ണിലും ഫോം ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആ വസ്തുവിനെ 2ആയിട്ട് കാണുന്നുണ്ടോ? ഒറ്റ വസ്തുവായിട്ടാണ് കാണുന്നത് അല്ലേ? അതെങ്ങനെ സാധിക്കുന്നു? The images from 2 sides of the same object are formed in the left and right eye. These 2 images are combined together in the visual area of our brain to form a 3-dimensional image of the object. This is called binocular vision. ഒരേ വസ്തുവിൻ്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത്.
ഈ രണ്ട് ദൃശ്യങ്ങളും തലച്ചോറിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതാണ് ബൈനോക്കുലർ വിഷൻ. ഓക്കെ. ഇനി ഐ ഡിഫെക്ട്സ് ആൻഡ് ഡിസീസസ്. ഐ ഡിഫെക്ട്സ് ആൻഡ് ഡിസീസസ്, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയും. The deficiency of vitamin A results in the low production of retinal. എന്താണ് റെറ്റിനാൽ? റെറ്റിനാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു റോഡോപ്സിൻ്റെയും ഫോട്ടോപ്സിൻ്റെയും ബേസിക് കമ്പണൻസിൽ ഒന്നാണ് റെറ്റിനാൽ. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം വൈറ്റമിൻ എ. അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഉണ്ട്. വൈറ്റമിൻ എയും നമ്മുടെ കാഴ്ചയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്തിന് കാരണമാകും? റിസൾട്ട്സ് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. റെറ്റിനാലിൻ്റെ ഉൽപ്പാദനം കുറയാൻ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണമാകും. ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ റിസൾട്ട്സ് ഇൻ ദ ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ. This in turn creates the deficiency of rhodopsin in rod cells. The resynthesis of rhodopsin also gets blocked. This causes a condition called night blindness. അപ്പോൾ വിറ്റാമിൻ എയുടെ അളവ് കുറഞ്ഞാൽ റെറ്റിനാലിൻ്റെ അളവ് കുറയും. ഇത് റോഡ് കോശങ്ങളിലെ റോഡോപ്സിൻ്റെ അളവ് കുറയ്ക്കുക മാത്രമല്ല റോഡോപ്സിൻ്റെ പുനർനിർമ്മാണവും തടസ്സപ്പെടുത്തും. ഈ അവസ്ഥയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത്. Persons with night blindness cannot see objects clearly in dim light. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. ഇനി അടുത്തത് സീറോഫ്താൽമിയ എന്ന് പറയും. അതും വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് സീറോഫ്താൽമിയ. ഡ്യൂ ടു ദ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ദ കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ വിൽ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. ദിസ് കോസസ് സീറോഫ്താൽമിയ ആൻഡ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകും. കോർണിയ അതാര്യമായാൽ അറിയാമല്ലോ, പ്രകാശം കടന്നു പോകുന്ന കണ്ണിനകത്തേക്ക് പ്രകാശം കടക്കുന്നത് കോർണിയ വഴിയാണ്. അപ്പോൾ കോർണിയ അതാര്യമായി കഴിഞ്ഞാൽ പ്രകാശം കടന്നു പോവില്ല. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കും? അന്ധതയിലേക്ക് നയിക്കും. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സീറോഫ്താൽമിയ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ എ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ ധാരാളം വിറ്റാമിൻ എ അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതാണ്. ഇനി അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന പോലെ കളർ ബ്ലൈൻഡ്നെസ്. നമ്മൾ കോൺ സെൽസ് പറഞ്ഞില്ലേ, കോൺ സെൽസ് പറഞ്ഞപ്പോൾ പറഞ്ഞു there are 3 types of cones in our retina. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. 3 തരത്തിലുള്ള കോൺ സെൽസ് ആണുള്ളത്, ചുവപ്പ്, പച്ച, നീല. കളർ ബ്ലൈൻഡ്നെസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് കോൺ സെൽസ് വിച്ച് ഡിറ്റക്ട് റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സ്. Persons with this defect cannot distinguish green and red colors. And this condition is called color blindness. അപ്പോൾ 3 കോണുകളുണ്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതിൽ 2 കോണുകൾ, അതായത് ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗമുള്ളവർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊന്നും എന്ത് ചെയ്യത്തില്ല, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെയൊന്നും ഡ്രൈവറോ പൈലറ്റോ അങ്ങനെയുള്ള ജോലിക്കൊന്നും നിയോഗിക്കില്ല. സോ പേഴ്സൺസ് വിത്ത് കളർ ബ്ലൈൻഡ്നെസ് ആർ നോട്ട് എൻഗേജ്ഡ് വിത്ത് ജോബ്സ് ലൈക്ക് ഡ്രൈവർ ആൻഡ് പൈലറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്ലോക്കോമ. We had learned about aqueous humor in the previous class.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്വസ് ഹ്യൂമറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ലെൻസിനും കോർണിയയ്ക്കും ഇടയിലായിട്ടൊരു ചെറിയ അറ, അക്വസ് ചേംബർ. ആ ചേംബറിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് അക്വസ് ഹ്യൂമർ. The production and reabsorption of aqueous humor is a continuous process. If the reabsorption does not occur, it causes an increase in the pressure inside the eyes, which causes a defect called glaucoma. അപ്പോൾ അക്വസ് ഹ്യൂമർ ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അത് ബ്ലഡിലേക്ക് റീഅബ്സോർവ് ചെയ്യും അന്ന് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അക്വസ് ഹ്യൂമർ ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതിൻ്റെ റീഅബ്സോർപ്ഷൻ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്നിട്ട് കണ്ണിൽ പ്രഷർ കൂടും. കണ്ണിൽ പ്രഷർ കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഗ്ലോക്കോമ. ദിസ് കോസസ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ഫോട്ടോറെസെപ്റ്റേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോട്ടോറെസെപ്റ്റേഴ്സിനും റെറ്റിനയ്ക്കും ഒക്കെ കേടുവരാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടും അന്ധതയിലേക്ക് നയിക്കാവുന്ന അസുഖമാണ് ഗ്ലോക്കോമ. തുടക്കത്തിലെ ആണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. ലേസർ സർജറിയിലൂടെ ഇത് പൂർണ്ണമായിട്ടും പരിഹരിക്കും. അടുത്തത് കാറ്ററാക്റ്റ്, തിമിരം എന്ന് പറയും. കാറ്ററാക്റ്റ് മലയാളത്തിൽ തിമിരം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെൻസ് ഓഫ് ദ ഐസ് ബിക്കം ഒപ്പേക്ക് റിസൾട്ടിങ് ഇൻ ബ്ലൈൻഡ്നെസ്. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിങ് ദ ലെൻസ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ വൺ ത്രൂ സർജറി. അതായത് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ അതാര്യ, അതായത് പ്രകാശം കടത്തിവിടാതെ ആകുന്ന അവസ്ഥ. അപ്പോഴത്തേക്ക് കുറേശ്ശെ ഇങ്ങനെ അതാര്യമായി വന്നിട്ട് പിന്നെ ഒട്ടും പ്രകാശം കടന്നു വരാതാവും. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് കാഴ്ച നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ചികിത്സിച്ച് ഭേദമാക്കാം. ലെൻസ് മാറ്റി വെച്ചാൽ മതി. ശസ്ത്രക്രിയയിലൂടെ ലെൻസ് മാറ്റിവെച്ച് നമുക്കിത് പരിഹരിക്കാം. നെക്സ്റ്റ് ഈസ് കൺജങ്ക്റ്റിവൈറ്റിസ്. This is an infection of the conjunctiva. The causative organism may be bacteria or virus. വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധ, കൺജങ്ക്റ്റിവയെ ബാധിക്കുന്ന അണുബാധയാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് പ്രധാനമായും കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ നമുക്ക് ഈ രോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ കണ്ണിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇതും കൂടി പറയുമ്പോൾ കണ്ണെന്നുള്ള ഭാഗം തീരും. പിന്നെ നമുക്ക് ചെവിയാണ്. അപ്പോൾ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഐ ഡൊണേഷൻ, നേത്രദാനം. അതിൽ വേറെ പഠിക്കാനൊന്നുമില്ല, 2 പോസ്റ്ററുകൾ തയ്യാറാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ഫോർ ആൻ അവയർനെസ് പ്രോഗ്രാം ഓൺ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ആൻഡ് ഡൊണേഷൻ ഓഫ് ഐസ്. കണ്ണുകളുടെ സംരക്ഷണത്തെക്കുറിച്ചും അതുപോലെ നേത്രദാനത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയായപ്പോഴേക്കും നമ്മുടെ ഐ എന്നുള്ള പോർഷൻ കഴിഞ്ഞു. അടുത്തത് ഇയർ, ചെവിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.